ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണവാത്തോരനാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്കൊരു കണവാത്തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കണകയൊക്കെ ഒന്ന് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ പകുതി സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക്, ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ തന്നെയാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മളിതൊന്ന് വേവിക്കുന്നത്. നമ്മുടെ കണവ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ കണവ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ഈ തേങ്ങയിൽ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കണവയുടെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ തേങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് അരപ്പൊന്ന് പിടിച്ച് വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കണക ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ കൂടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അവസാനം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലോട്ട് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ കിട്ടാനാണ് നമ്മൾ കറിവേപ്പിലയും കൂടി അവസാനം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വരണ്ട് വരണം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണവത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.